വെള്ളാപ്പള്ളിയുടെ ചതിയൻ ചന്തു പ്രയോഗത്തിൽ ബിനോയ് വിശ്വത്തിന്റെ മറുപടി. ചതിയൻ ചന്തു വെള്ളാപ്പള്ളി തന്നെയെന്ന് ബിനോയ് വിശ്വം. LDF-ലെ ഘടകകക്ഷികൾക്ക് വെള്ളാപ്പള്ളി മാർക്കിടേണ്ട എന്നും വെള്ളാപ്പള്ളിയല്ല LDF എന്നും ബിനോയ് വിശ്വം ആഞ്ഞടിച്ചു. ജനങ്ങൾക്ക് എല്ലാവരെയും അറിയാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അറിയാം, ഈ പറഞ്ഞ ആളെയും അറിയാം. ഈ പറഞ്ഞ ആളുടെ നാക്കിൽ നിന്ന് ആ പേര് വീണെങ്കിൽ, ചതിയൻ ചന്തു എന്ന പേര് വീണെങ്കിൽ, ആ തൊപ്പി 1000 വട്ടം വിളങ്ങും ആ തലയ്ക്ക്. ഈ തലയ്ക്ക് തീരെ ചേരില്ല. CPI തലയ്ക്ക് ആ തൊപ്പി ചേരില്ല. ആ തൊപ്പി ആ തലയ്ക്കേ ചേരും. ആരായാലും LDF ഗവൺമെൻറ്റിലെ പ്രവർത്തനങ്ങൾക്കും LDF-ലെ പാർട്ടികൾക്കും മാർക്കിടാൻ വേണ്ടിയുള്ള ചുമതലയൊന്നും ആരും വെള്ളാപ്പള്ളിയെ ഏൽപ്പിച്ചിട്ടില്ല, ഏൽപ്പിക്കാനും പോകുന്നില്ല. വെള്ളാപ്പള്ളിയല്ല LDF, വെള്ളാപ്പള്ളി ആകാൻ പാടില്ല LDF, ഉറപ്പാണ്. LDF-ന്റെ മുഖം വെള്ളാപ്പള്ളി അല്ല, ഉറപ്പായിട്ടുമല്ല. രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് ഇപ്പോൾ CPI സംസ്ഥാന സെക്രട്ടറി പ്രതികരിച്ചിരിക്കുന്നത്. വിജയൻ വായാന്തോട് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. വിജയൻ, എന്തായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ മറുപടി? വിജയൻ, വെള്ളാപ്പള്ളിയുടെ ചതിയൻ ചന്തു പ്രയോഗത്തിൽ ബിനോയ് വിശ്വം മറുപടി നൽകുകയാണ്. ചതിയൻ ചന്തു വെള്ളാപ്പള്ളി തന്നെയാണ് എന്നാണ് CPI സംസ്ഥാന സെക്രട്ടറി പറയുന്നത്. ചതിയൻ ചന്തു എന്ന പ്രയോഗത്തിന് ശക്തമായ മറുപടിയാണ് നിലവിൽ ബിനോയ് വിശ്വം നൽകുന്നത്. തുടരാം വിജയൻ. വെള്ളാപ്പള്ളിയുടെ ചതിയൻ ചന്തു പ്രയോഗത്തിനെതിരായ ശക്തമായ മറുപടി തന്നെയാണ് ബിനോയ് വിശ്വത്തിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നത്. 1000 തവണ ചതിയൻ ചന്തു എന്ന പ്രയോഗം ചേരുന്നത് ആ തലയ്ക്ക് തന്നെയാണ് എന്നുള്ള മറുപടിയാണ്. LDF-ലെ ഘടകകക്ഷികൾക്ക് മാർക്കിടാൻ വെള്ളാപ്പള്ളി നിൽക്കേണ്ട, വെള്ളാപ്പള്ളിക്ക് അതിനുള്ള യോഗ്യതയില്ല എന്നുള്ളതാണ് ബിനോയ് വിശ്വത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായ മറുപടി. ഒപ്പം തന്നെ വെള്ളാപ്പള്ളിയെ കണ്ടാൽ ചിരിക്കും, കൈകൊടുക്കും, പക്ഷേ അദ്ദേഹത്തെ വാഹനത്തിൽ കയറ്റില്ല, തന്റെ കാറിൽ കയറ്റില്ല എന്ന മറുപടിയും നിലവിൽ നൽകുന്നുണ്ട്. അതായത് ഈ നിലവിൽ CPI-യുടെ സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ ഉൾപ്പെടെ ഉയർന്ന വിമർശനം എന്ന് പറയുന്നത് വെള്ളാപ്പള്ളിയുമായി മുഖ്യമന്ത്രി കാറിൽ അയ്യപ്പ സംഗമത്തിന് എത്തിയത്, അതുൾപ്പെടെയുള്ള വിഷയങ്ങൾ തിരിച്ചടിയായി നിരന്തരമായി ന്യൂനപക്ഷ വിരുദ്ധ പ്രചാരണം നടത്തുകയും ഒപ്പം തന്നെ മുസ്ലിം വിരുദ്ധ പ്രസ്താവനകൾ നടത്തുകയും ചെയ്ത വെള്ളാപ്പള്ളിയെ ഒരുമിച്ച് കൂട്ടിപ്പോവുകയും അദ്ദേഹത്തെ ന്യായീകരിക്കുകയും ചെയ്ത തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ വോട്ടുകൾ കുറയ്ക്കുന്നതിന്, അതിൽ വിള്ളലുണ്ടാക്കുന്നതിന് സഹായകമായി എന്നുള്ളതാണ് നിലവിൽ CPI സംസ്ഥാന സമിതിയിൽ ഉയർന്ന വിമർശനം. ആ വിമർശനം അംഗീകരിക്കുന്നതാണ് നിലവിൽ ഇപ്പോൾ ബിനോയ് വിശ്വത്തിന്റെ ഭാഗത്തുണ്ടായ പ്രസ്താവന. വാഹനത്തിൽ കയറ്റില്ല, പക്ഷേ സ്വാഭാവികമായും ഒരു വ്യക്തി എന്നുള്ള നിലയിൽ കൈകൊടുക്കും, ചിരിക്കും, അതിനപ്പുറം ഒരു കാറിൽ കയറ്റി കൊണ്ടുപോകുന്ന നടപടിയിലേക്ക് താൻ കടക്കില്ല എന്നുള്ളതാണ് ബിനോയ് വിശ്വം വ്യക്തമാക്കുന്നത്. അതിനർത്ഥം ഇക്കാര്യത്തിൽ അമർഷം, അതൃപ്തിയൊക്കെ CPI സംസ്ഥാന സമിതിയിൽ തന്നെ ഉയരുകയും ആ അതൃപ്തി നിലവിൽ CPIക്ക് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. വെള്ളാപ്പള്ളിക്കെതിരെ ഇന്ന് വെള്ളാപ്പള്ളി രാവിലെ വർക്കലയിൽ നടത്തിയ പ്രസംഗവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനാണ് തങ്ങൾക്ക് മാർക്കിടാൻ, അതായത് CPIക്കോ ഒപ്പം തന്നെ LDF-ലെ ഘടകകക്ഷികൾക്കോ മാർക്കിടാൻ ഒരു അംഗീകാരവുമില്ലാത്ത ആളാണ് വെള്ളാപ്പള്ളി എന്ന് പറയുന്നത്. അത് ഈ ചതിയൻ ചന്തു എന്ന പ്രയോഗം അത് വെള്ളാപ്പള്ളിയുടെ തലയ്ക്കാണ് ചേരുന്നത്. വെള്ളാപ്പള്ളിയുടെ പേര് ആദ്യഘട്ടത്തിൽ പറഞ്ഞില്ല, പിന്നീടാണ് വെള്ളാപ്പള്ളിയുടെ പേര് തന്നെ ഉപയോഗിച്ചുള്ള വിമർശനം, മറുപടി ബിനോയ് വിശ്വത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അമൃത.